ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുമെന്ന് മന്ത്രി വി. അബ്ദുറഹ്മാൻ. ന്യൂനപക്ഷ ദിനാചരണം തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ്റാണ് ജെ.ബി. കോശി അധ്യക്ഷനായിട്ടുള്ള പുതിയ കമ്മീഷനെ നിയമിച്ചത്. ജെ.ബി. കോശി കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. വളരെ വിശദമായി തന്നെ അതിൻ്റെ ആ ശുപാർശകൾ നമ്മൾ പഠിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട നിരവധി വകുപ്പുകളിലേക്കാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഫലമായി നമ്മൾ ഇതിനെ അയക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിലെ തന്നെ വിവിധ വകുപ്പുകൾ ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും അത് നല്ല രീതിയിൽ നടപ്പിലാക്കാനുള്ള അവസാനഘട്ട പരിശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സംസ്ഥാനത്തെ ചില മുസ്ലിം നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ അപലപനീയമാണ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാൻ എന്തവകാശമാണ് അവർക്കുള്ളതെന്ന് മന്ത്രി ചോദിച്ചു. മതസൗഹാർദ്ദത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന വ്യക്തികൾക്ക് അർഹമായ ശിക്ഷ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ആന്റണി രാജു എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പറയാൻ അയാൾക്ക് എന്ത് അവകാശമാണുള്ളത്? ഇങ്ങനെയുള്ള ആളുകളെ, മതസൗഹാർദ്ദത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ആളുകളെ ജയിലിലടക്കണമെന്നുള്ള അഭിപ്രായമാണ് ന്യൂനപക്ഷ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളതിൽ എനിക്കുള്ളത്. തെറ്റായ ഒരു പ്രസ്താവനയാണിത്. ഇതിനു മുമ്പും അദ്ദേഹം മറ്റൊരു പുരോഗമന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്, CPM അടക്കമുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പെൺകുട്ടികളെ മതപരിവർത്തനത്തിലൂടെ മിശ്ര വിവാഹത്തിലേക്കും കൊണ്ടുപോകുന്നത്.